അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ റഹ്മത്തുൽ ലിൽ ആലമീൻ ഷഫീഉൽ വറ അഷ്റഫു മൗലൂദ് റബ്ബിൽ മഹബൂബി മഗ്രിബൈനി വൽ മശ്രിഖൈൻ നബിയുനാ വ സയ്യിദുനാ വ ഹബീബുനാ വ ഷഫീഉനാ വ മൗലാനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹീം വമൻ ദഖല കാന ആമിനാ ഖാല നബിയുനാ വ സയ്യിദുനാ വ ഹബീബുനാ വ ശഫീഉനാ വ മൗലാനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ. അൽ ഹുജ്ജാജ് വൽ ഉമ്മാർ വഫ്ദുല്ലാഹി വസ്സബജല്ല കാല ശംസുല്ലുഹാ ബദറുത്തുജാ നൂറുൽ ഹുദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. സദ്ദഖ വബല്ലഅ റസൂലിഹിൽ കരീം. നഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന ശാകിരീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഭിവന്ദനായ നമുക്കിതുവരെ നമ്മളോട് സംസാരിച്ച അൽ ഹിന്ദ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹജ്ജ് നൗകയുടെ സമർത്ഥനായ കപ്പിത്താൻ പ്രിയപ്പെട്ട PR അബ്ദുസ്സമദ് സാഹിബ്, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന അൽ ഹിന്ദിൻ്റെ ഉംറ അമീറായ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ റഹ്മാനി ഉസ്താദ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള നിയുക്ത ഹാജമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നമ്മൾ മഹനീയമായൊരു ഉദ്ദേശത്തോടു കൂടി, വളരെ ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. നമ്മുടെയൊക്കെ ഉദ്ദേശം ഹജ്ജാണ്. ഹജ്ജിൻ്റെ റിസൾട്ട് സ്വർഗവുമാണ്. നമ്മൾ ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിച്ചു. അതൊക്കെ ഭൗതികമായിട്ടുള്ളതാണെങ്കിലും അതിനൊക്കെ പിന്നിൽ ആത്മീയത തന്നെയാണുള്ളത്. ഇവിടെ ഒരു ഹജ്ജ് ക്ലാസ് എടുക്കാനല്ല ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇവിടെ എന്താണോ ഉദ്ദേശിച്ചത് അതിപ്പോൾ നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങനെ എല്ലാവരും വന്ന സ്ഥിതിക്ക് ഒന്ന് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട മുന്നൊരുക്കത്തിൻ്റെ ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുക, ക്യാപ്സൂൾ പരുവത്തിൽ ഒന്ന് പറഞ്ഞു പോവുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാ ഒരു മുഴുനീള ക്ലാസ് ഇൻഷാ അല്ലാ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാകും. അപ്പോൾ അതിൽ നിങ്ങൾ പങ്കെടുത്ത് എല്ലാ സംശയങ്ങളും, ഇപ്പോൾ ഒരു സംശയങ്ങളൊക്കെ ചോദിച്ചതൊക്കെ നമ്മൾ പോകുന്നതിനോട് അനുബന്ധിച്ചുള്ള കുറേ കാര്യങ്ങളാണ്. അതൊക്കെ ആ സമയത്ത് നമുക്ക് ചോദിക്കാവുന്നതാണ്, അറിയാവുന്നതാണ് ഇൻഷാ അല്ലാ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും, വിശിഷ്യ ഹജ്ജ് എന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷം പൂവണിയാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേയുടെ സമയമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാം സന്തോഷപൂർവ്വം ഏറ്റവും റാഹത്തായിട്ട് ചെയ്തു തീർക്കാനുള്ള തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്യാം. നമ്മളെപ്പോഴും ദുആ ചെയ്യേണ്ട സന്ദർഭമാണ്. ദുആകൾ ഏറ്റവും അധികം ഇരട്ടിപ്പിക്കേണ്ട സമയമാണ്. തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് ഇൻഷാ അല്ലാ ഇന്നത്തെ രാത്രിയോട് കൂടിയിട്ട് ചിലപ്പം റമദാൻ ആരംഭിക്കുകയാണ്. റമദാൻ നമ്മൾ മുന്നൊരുക്കൊക്കെ നടത്തിയിട്ടുണ്ടല്ലേ. എല്ലാവരും വീടുകളിൽ നനച്ചുകൂടിയൊക്കെ ചെയ്ത് കഴിച്ചിട്ടില്ലേ? നനച്ചുകൂടി എന്നാ പറയാം. റമദാന് മുന്നേ നമ്മൾ ഒരുങ്ങിയതുപോലെ ഹജ്ജിന് മുന്നേ നമ്മൾ ഒരുങ്ങാൻ പോയിട്ട് പുറപ്പെടുകയാണ് റമദാനോടൊപ്പം തന്നെ, അല്ലേ? ഇന്ന് വരെ, ഒരുപക്ഷെ ഇന്ന് മഗ്രിബ് വരെ നമ്മുടെ ദുആയിലൊക്കെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ രാത്രി മഗ്രിബ് കഴിഞ്ഞാൽ ഒരു വേള ആകാശത്ത് ചന്ദ്രത്തുമ്പ് കണ്ടാൽ നമ്മൾ പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാറിലേക്ക് മാറുകയാണ്. നമുക്കങ്ങനെ ഒരു പുണ്യമാക്കപ്പെട്ട മാസത്തിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ പക്ഷേ അതിലും വലിയൊരു പുണ്യത്തിലേക്ക് ഉള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് നമ്മൾ മുന്നൊരുക്കം നടത്തുകയാണ്. അത് മനസ്സാ വാചാ കർമ്മണയുള്ള മുന്നൊരുക്കം തന്നെ ആവണം. അപ്പോൾ ആ മുന്നൊരുക്കത്തിൽ
നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും വലിയ സംഗതി ഒന്നും പഠിക്കാനില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ വല്ലാതെ ആകാംക്ഷ പലരുടെ മുഖത്ത് നോക്കുമ്പോൾ വല്ലാതെ പേടിയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ വളരെ ഈസി ആയിട്ട് പോകുന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. നമ്മൾ എന്തിനാണ് പോകുന്നത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ബാക്കിയൊക്കെ നിങ്ങളുടെ കൂടെയുള്ള അമീർമാരുണ്ടാവും, അവിടെ അൽഹിന്ദിൻ്റെ ഒരു ഫുൾ ടീം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും അതിൻ്റെ വഴിക്ക് ഇങ്ങനെ നടന്നു പോയിക്കോളും, ഒരു സൈക്ലിംഗ് പോലെ നടന്നു പോകും. പക്ഷെ ഒരു ധാരണ ഉണ്ടാവണം. ഒന്നും അറിയാതെ അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഒന്നും പഠിക്കാനും ഇല്ല. ഇപ്പം നമ്മളൊരു നമസ്കാരം, ഒരു ഫർദ് നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടാവും? ഏറ്റവും മിനിമം ഒരു ഫാത്തിഹ ഓതാൻ പഠിക്കണ്ടേ? എന്നാൽ ഹജ്ജിന് ഒന്നും പഠിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഒന്നും പഠിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഉദാഹരണം ചരിത്രം പറയാം. ഈ വിളമ്പ് നിർത്തിക്കളി, ഇതിങ്ങനെ ഇതൊരു ഡിസ്റ്റർബൻസ് ആവും, നിർത്തിക്കണം. ഇനി ആവശ്യമുള്ളവർ പുറത്ത് പോയിട്ട് കുടിച്ചാൽ മതി. ഞാൻ നിങ്ങളെ ശ്രദ്ധ തിരിക്കാനും വേണ്ടിയിട്ട് ഒരു ചരിത്രം പറയാം. 1400 വർഷങ്ങൾക്ക് 1500 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിലെ മസ്ജിദുൽ ഹറമിൻ്റെ അടുത്തേക്ക്, മസ്ജിദുൽ ഹറമിൻ്റെ തൊട്ട് മുമ്പുള്ള കാബ ഷരീഫിൻ്റെ മുന്നിലുള്ള മത്താഫിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. നിങ്ങളുടെയൊക്കെ മനസ്സിനെ ഞാൻ കൊണ്ടുപോവുകയാണ് 1500 വർഷങ്ങൾക്ക് മുമ്പ് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സദസ്സിലേക്ക്, പരിശുദ്ധമായ മത്താഫിലേക്ക്, കാബ ഷരീഫിൻ്റെ ചുറ്റിലേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരികയാണ്. ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാം അയാളൊരു വലിയ പരിഷ്കാരിയൊന്നുമല്ല. അയാളെ കണ്ടാൽ അറിയാം അയാളൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ്. അയാളൊരു ബധുവായ മനുഷ്യനാണ്. ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാം ബധു എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ അപരിഷ്കൃതനായ ദൂരദിക്കിൽ മരുഭൂമിക്കപ്പുറത്ത് എവിടെയോ താമസിക്കുന്ന ആ മനുഷ്യൻ ഇങ്ങനെ കടന്നു വന്ന് മത്താഫിലേക്ക് ഇറങ്ങി ചെന്ന് അയാളിങ്ങനെ തവാഫ് ആരംഭിക്കുകയാണ്. കഅബ ഷരീഫിൻ്റെ തൊട്ട് മുന്നിലുള്ള ഹജറുൽ അസ്വദിലേക്ക് നോക്കിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ തവാഫ് ആരംഭിക്കുകയാണ്. തവാഫ് ചെയ്യുമ്പോൾ അദ്ദേഹം വിളിച്ചു പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, യാ കരീം യാ കരീം യാ കരീം എന്ന് മാത്രം. ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തി കണ്ണുകൾ പായിച്ച് പരിസരം മറന്ന് അയാൾ നെഞ്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഇത് തന്നെ പറഞ്ഞു നടക്കുകയാണ്, യാ കരീം യാ കരീം യാ കരീം. തവാഫിൽ ഒരുപാട് ദുആകളുണ്ട്, ദിക്റുകളുണ്ട്. പക്ഷേ ഈ മനുഷ്യർ അതൊന്നും അറിയില്ല. അയാൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് നടക്കുകയാണ്. ഇയാളുടെ ഹാവഭാവാദികൾ കണ്ടപ്പോൾ, ആംഗിക ചേഷ്ടകൾ കണ്ടപ്പോൾ സഹാബിമാർ പോലും ചിരിച്ചു പോയി എന്നാണ്. കാരണം അങ്ങനെയാണ്, ഒരാൾ സൈക്കിൾമെന്ന് വീണാൽ നമ്മൾ അറിയാതെ ചിരിച്ചു പോലെ, അത് മനുഷ്യ സഹജമാണ്. അതുപോലെ ഈ ആളുടെ ഈ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടപ്പോൾ ആളുകൾ എന്ന് പറഞ്ഞാൽ സഹാബിമാരാണ്. ആ സഹാബിമാരിൽ സിദ്ദീഖുൽ അക്ബർ ഉണ്ട്, ഉമറുൽ ഫാറൂഖ് ഉണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉണ്ട്, അലി ഇബ്നു അബി താലിബ് ഉണ്ട്, പർവ്വത പ്രഭാവന്മാരായ സഹാബിമാരുണ്ട്. അവരൊക്കെ ചിരിച്ചു പോയി എന്നാണ്. പക്ഷേ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് 7-ാം ആകാശത്തിൻ്റെ അപ്പുറത്ത് നിന്ന്, സിദ്റത്തുൽ മുൻതഹയുടെ അപ്പുറത്ത് നിന്ന് സയ്യിദുൽ മലായിക റൂഹുൽ അമീൻ മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിറകിട്ടടിച്ച് വന്ന് ആമിന ബീവിയുടെ മുത്തുമോൻ്റെ അടുത്തേക്ക് വന്ന് ആ വഹി എത്തിക്കുകയാണ്. ആ യാക്കരീം പറഞ്ഞ ആളുടെ ആ തവാഫ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഴുവൻ ആളുകളുടെയും തവാഫ് സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ എന്നുള്ള വാർത്തയാണ് അവിടെ കേൾക്കുന്നത്. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. അപ്പം ആലോചിച്ച് നോക്ക്, തവാഫ് ചെയ്യാൻ ഒന്നും പഠിക്കേണ്ടതില്ല. അത്തഖ്വ ആഹുന എന്ന് പറഞ്ഞതും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. വിശുദ്ധമായ നെഞ്ചത്തേക്ക് വിശുദ്ധമായ കൈവിരൽ അമർത്തി വെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്തഖ്വ ആഹുന എന്നാണ്. തഖ്വ ഇവിടെയാണെന്നാണ്. തഖ്വ ഇവിടെയല്ല. തലയെക്കെട്ടുമല, തൊപ്പിമല, താടിമല, മുഖത്ത് നോക്കിയിട്ടൊന്നും വലിയ ഈമാൻദാരി എന്ന് പറയണ്ട. തഖ്വ ഇവിടെയാണ്, നെഞ്ചിൽ കൂട്ടിലുള്ള ഹൃദയത്തിലാണ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തഖ്വ എവിടെയാണോ വേണ്ടത് ആ മനസ്സ് ക്ലിയറാക്കിയിട്ട് വേണം നമ്മൾ ഹജ്ജിന് പുറപ്പെടാൻ. അത്രേ ഉള്ളൂ. ഒന്നും പഠിക്കേണ്ടതില്ല. ഒന്നും പഠിച്ച് വെച്ചിട്ട് കാണാപ്പാടം പഠിച്ചിട്ട് ഇടങ്ങാറായിട്ട് ഹജ്ജിന് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഓർമ്മ വേണം. തവാഫ് ചെയ്യുമ്പോൾ അത് തവാഫാണ്, പ്രദക്ഷിണം ചെയ്യുകയാണ്. വിശുദ്ധമായ കഅബ ഷരീഫിൻ്റെ, അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഗ്രഹം, ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ്, ആദ്യത്തെ വീട്,
ആദ്യത്തെ ഗേഹത്തിൻ്റെ ചുറ്റുമാണ് അബൂന അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി, ആദ്യ മനുഷ്യന് വേണ്ടി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുൽ മുഖറബായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന എഞ്ചിനീയറെ കൊണ്ട് മലക്കുകളാൽ നിർമ്മിച്ച ഗേഹമാണിത്. പിന്നീട് നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് നൂഹ് നബിയുടെ കാലത്ത് അത് തൂഫാനിൽ നശിച്ചു പോയിട്ടുണ്ട്. പിന്നീട് 5000 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അത് റിനോവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ഒരുപാട് വർഷങ്ങൾ, ഒരുപാട് നൂറ്റാണ്ടുകൾ, മന്വന്തരങ്ങളായി ഒരുപാട് പ്രാവശ്യം അത് പുതുക്കി പണിതിട്ടുണ്ട്. അവസാനം ആ കഅബ ഷരീഫ് മുത്തുൻ നബിയുടെ കാലത്ത് അങ്ങനെ പുതുക്കി പണിത കഅബ ഷരീഫ്, ആ കഅബ ഷരീഫാണ്, അതിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്ന ഓർമ്മ നമുക്കുണ്ടാകണം. നമ്മളിങ്ങനെ നടക്കുമ്പോൾ, തവാഫ് ചെയ്യുമ്പോൾ, ഒരുപാട് സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ, അതിൻ്റെ മുന്നിലൂടെയൊക്കെ എത്തുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ദുആകൾക്കൊക്കെ ഉത്തരം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കഅബ ഷരീഫിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ തവാഫ് ആരംഭിക്കുന്നത് ഹജറുൽ അസ്വദിന് മുന്നിൽ വെച്ചിട്ടാണ്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ ഹജറുൽ അസ്വദിൻ്റെ മുന്നിൽ ദുആക്ക് ഉത്തരമുണ്ട്. അതിന് തൊട്ടുപ്പുറത്ത് ഈ മേശയുടെ വലുപ്പമില്ല, ആ സ്ഥലത്തിൻ്റെ പേര് മുൽത്തസം എന്നാണ്. മുൽത്തസമിൽ നിന്ന് ദുആ ചെയ്ത ഉത്തരമുണ്ട്. മുൽത്തസിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് ബാബു കഅബയാണ്, അവിടെ ചെന്ന് ദുആ ചെയ്ത ഉത്തരമുണ്ട്. അങ്ങനെ ചുറ്റി പോകുമ്പോൾ അപ്പുറത്തെത്തിയാൽ ഹിജർ ഇസ്മായിലുണ്ട്. ഹിജർ ഇസ്മായിലിൻ്റെ മുന്നിൽ നിന്ന് ദുആ ചെയ്ത ഉത്തരമുണ്ട്. ഹിജർ ഇസ്മായിലിൻ്റെ മേലെയാണ് സ്വർണ്ണപ്പാത്തി ഉള്ളത്. സ്വർണ്ണപ്പാത്തിക്ക് താഴെ നിന്ന് ദുആ ചെയ്ത ഉത്തരമുണ്ട്. ഇങ്ങനെ ചുറ്റി വന്നാലാണ് റുക്കുന് യമാനി ഉള്ളത്. റുക്കുന് യമാനിയുടെ മുന്നിൽ നിന്ന് ദുആ ചെയ്ത ഉത്തരമുണ്ട്. മഖാം ഇബ്രാഹിമിൻ്റെ അടുത്ത് നിന്ന് ദുആ ചെയ്ത ഉത്തരമുണ്ട്. അപ്പുറത്തുള്ള സംസം കിണർ കാണില്ലെങ്കിലും സംസത്തിൻ്റെ മുന്നിൽ നിന്ന് ദുആ ചെയ്ത ഉത്തരമുണ്ട്. ഇങ്ങനെ നമ്മളറിയാതെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിലൂടെയാണ് ഞാനിങ്ങനെ പോകുന്നത് എന്ന ഓർമ്മയോട് കൂടിയിട്ട് വേണം നിങ്ങളവിടെ ചെന്ന് നിൽക്കാൻ എന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ വിസ്തരിച്ച് ഞാൻ പറഞ്ഞാൽ ഒരു ദിവസമായിട്ട് ഫുള്ളായിട്ട് നമുക്ക് പറയാം. ഞാനിവിടെ ഹജ്ജിനെ കുറിച്ചൊന്നും പറയണില്ല, അതിൻ്റെ അഭിമാനുകളെ കുറിച്ചൊക്കെ വേർതിരിച്ച് നമുക്ക് വേറെ തന്നെ പറയാം. ഇപ്പം ഇങ്ങനെ ഒരു മുന്നൊരുക്കമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യമായിട്ട് ഇസ്തിഖാറ നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കണം എന്നല്ല. ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരം ഒരുപക്ഷെ നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് ഇപ്പോഴും വീട്ടിൽ പോയിട്ട് ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരം, അത് ഒരു മുസൽമാൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആദ്യമായിട്ട് അള്ളാഹിനോട് ഉപദേശം തേടണം. അതാണ് ഇസ്തിഖാറ നിസ്കാരത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എപ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും മോനെ അനസേ, നീ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം കേട്ടോ എന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ 2 റക്അത്തിൽ നമുക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ, നമുക്കൊരു സംതൃപ്തി ആവണില്ലെങ്കിൽ വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കാം. അതിലും നമുക്കൊരു ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ആകാം. അങ്ങനെ 7 പ്രാവശ്യം വരെ ഇസ്തിഖാറ നിസ്കാരം കൊണ്ടുപോകാമെന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും ഇസ്തിഖാറയുടെ നിസ്കാരം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ അതിൽ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറിന് ഓതുക. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു ഓതുക. തർത്തീബ് അനുസരിച്ച് ഓതുന്നതാണ് ഹൈർ. ഏതൊരു കാര്യത്തിന് തർത്തീബ് അനുസരിച്ച് ചെയ്യുന്നതാണ് ഹൈർ. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഹജ്ജിന് പോകുമ്പോൾ പ്രത്യേകിച്ചും എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ തവാഫ് കഴിഞ്ഞാൽ മഖാം ഇബ്രാഹിമിന് മുന്നിൽ വെച്ച് 2 റക്അത്ത് പിന്നിൽ പറഞ്ഞ് നിന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്. ആ നിസ്കാരത്തിനും ഇതുപോലെ തന്നെ ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു, അങ്ങനെ തന്നെ ഓതുന്നതാണ് ഹൈർ എന്ന് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്യാത്തവരൊക്കെ ചെയ്യണമെന്ന്. കാരണം നമ്മളൊക്കെ മുഷാവറ ചെയ്തവരാവൂലേ, നമ്മുടെ കാരണവന്മാരോട്, വേണ്ടപ്പെട്ടവരോട്, ഭാര്യമാർ പോകണമെങ്കിൽ ഭർത്താക്കന്മാരോട്, തിരിച്ചങ്ങോട്ടും, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ വേണ്ടപ്പെട്ടവരോടൊക്കെ മുഷാവറ ചെയ്തിട്ടുണ്ടാവും. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഒരു ശൈലി അനുസരിച്ച് മുഷാവറ വേണമെന്നാണ്. അപ്പോൾ മുഷാവറൊക്കെ ചെയ്തിട്ടുണ്ടാകും. അത് ആദ്യം ചെയ്യേണ്ടത് അള്ളാഹിനോടാണ്. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ അങ്ങനെ സമ്മതം ചോദിച്ച് അല്ലെങ്കിൽ മുഷാവറ ചെയ്ത് ഉള്ള ഒരു ചടങ്ങായിട്ട് ഇസ്തിഖാറ നിസ്കാരത്തെ കാണണം എന്ന് ഓർമ്മപ്പെടുത്തുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാനുള്ളത് ദുആ ചെയ്യുക തന്നെയാണ്. ആരോഗ്യം പ്രത്യേകിച്ചും സിലില്ലാഫിയ, ആരോഗ്യത്തെ തേടുക എന്നാണ്. ആരോഗ്യത്തെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് ഹജ്ജിന് പോകാൻ നമ്മളൊക്കെ തയ്യാറായല്ലോ, ആ മനസ്സ് നമുക്കുണ്ടല്ലോ. എന്നാൽ വേണ്ടത് അതിനോടൊപ്പം തന്നെ അതിനുള്ള ആരോഗ്യം കൂടി വേണം. ഇപ്പം ഞാൻ ഇന്ന് ഈ സംസാരം തന്നെ ഇപ്പോൾ ഇവിടെ നടത്താൻ പറ്റുമോ എന്നുള്ള പേടിയിലായിരുന്നു. കഴിഞ്ഞ 4 ദിവസമായിട്ട് സുഖമെല്ലാം എടുക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ക്ലൈമറ്റിൻ്റെ പ്രശ്നം. ഞാനങ്ങനെ ഇതിന് മുമ്പ് ചെയ്യാത്ത പോലെ ഇപ്പോൾ ചൂടുവെള്ളമൊക്കെ റെഡിയാക്കി വെച്ചു. കാരണം എനിക്ക് പേടിയായിട്ടാണ് സൗണ്ട് ക്യാച്ച് ചെയ്യുമോ മൈക്ക് എന്നൊക്കെയുള്ളൊരു ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പം ഇങ്ങനെ പറയാൻ പറ്റുന്നതന്നെ നമ്മളങ്ങനെ ആ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരുന്നുകൊണ്ടാണ്. അപ്പം നേരത്തെ സമയത്തൊക്കെ പറയുമ്പോൾ പറഞ്ഞല്ലോ, ഇങ്ങനെ മക്കത്ത് ചെന്നിട്ട് ആകെ കണ്ട് ആരോഗ്യം ഇട്ടിട്ട് വളമ്പിയിട്ട് അവസാനം മദീനത്ത് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവരുത്.
അവസാനം നമ്മൾ എന്തിനാണോ പോകുന്നത് ആ അറഫയിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ ആരോഗ്യം ഇല്ലാതായി പോകരുത്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യം എപ്പോഴും ഡെപ്പോസിറ്റ് ചെയ്ത് നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സദാസമയവും അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട സന്ദർഭമാണ്. അൽഹംദുലില്ലാഹ് ഇനിയിപ്പോൾ റമദാൻ വരികയാണ്, നമുക്ക് എല്ലാ ദുആകൾക്കും അവിടെയൊക്കെ ഉത്തരമുണ്ടല്ലോ. നിങ്ങൾ ഇപ്പോൾ തന്നെ യാത്രക്കാരായിട്ട് മാറിയിട്ടുണ്ട്, നമ്മൾ ഹജ്ജിനായിട്ട് പുറപ്പെടുന്ന യാത്രക്കാരായിട്ട് മാറുകയാണല്ലോ. അതുകൊണ്ട് തന്നെ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാ സമയത്തും ആരോഗ്യത്തിന് വേണ്ടി. ഉമ്മത്താനി മഅബൂനു ഫീഹിമാ കസീറൻ മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിഅമത്താനി മഅബൂനു ഫീഹിമാ കസീറൻ മിനന്നാസ്. രണ്ട് തരം നിഅമത്തുകളെ കുറിച്ചാണ് ജനങ്ങളിൽ ഏറെപ്പേരും അശ്രദ്ധരായിരിക്കുന്നത്. രണ്ട് തരം അനുഗ്രഹങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ ഏറെപ്പേരും അശ്രദ്ധരാണ്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹെൽത്ത് ആൻഡ് ഹോളിഡേയ്സ് എന്നാണ്. അസ്സിഹത്ത് വൽ ഫറാ, ആരോഗ്യവും ഒഴിവു സമയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഫിറ്റാണ്. ഒഴിവ് സമയങ്ങൾ അവിടെ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ആ 40 ദിവസമോ 35 ദിവസമൊക്കെ അവിടെ പോകുമ്പോൾ മുഴുവനായിട്ട് നമുക്ക് ഒഴിവ് സമയം തന്നെയാണല്ലോ. നമുക്ക് ആകെയുള്ള പണി ഇബാദത്ത് എടുക്കുക എന്നുള്ളത് മാത്രമാണ്, പിന്നെ ഉറങ്ങുക. അപ്പം അതുകൊണ്ട് ആരോഗ്യം നമുക്ക് ആ സമയങ്ങളൊക്കെ നിർബന്ധമായിട്ട് വേണം. അങ്ങനെ ആകുമ്പോഴാണ് സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഉത്സാഹത്തോടെ തൊട്ട് മുന്നിലുള്ള മസ്ജിദുൽ ഹറമിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റുള്ളൂ. മസ്ജിദുൽ ഹറമിലേക്ക് നമ്മൾ ചെല്ലുന്നത് ഒരു നമസ്കാരത്തിന്, ഒരു റക്കാത്തിന് 1,00,000 എന്ന് പറയുന്നു, 1,10,000 എന്ന് പറയുന്നു. ആ സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ അവിടെ ആരോഗ്യമില്ലാതെ റൂമിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടായാലോ. അതുകൊണ്ട് എപ്പോഴും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പോകുന്നത് ഹജ്ജ് എന്ന മഹനീയമായ കർമ്മനിർവഹണത്തിനാണ്. ഹജ്ജ്, ഹായും ജാമും ജീമും ചേർന്നതാണ് ഹജ്ജ്. ഹലീമും ജലീമുമാണ് ഹജ്ജ്. ഹലീമായ നാഥൻ്റെ അടുത്തേക്ക്, സമാധാനിയായ നാഥൻ്റെ അടുത്തേക്ക്, ജലീമായ കുറ്റവാളിയായ മനുഷ്യൻ്റെ യാത്രയാണ് ഹജ്ജ്. അതുകൊണ്ട് ആ ഹജ്ജ് എന്ന മഹനീയമായ കർമ്മത്തിന് നമ്മൾ പോകുമ്പോൾ ഹജ്ജ് ചെയ്യാനല്ല പ്രശ്നം, ഹജ്ജ് ചെയ്യാനല്ല ബുദ്ധിമുട്ട്, ഹജ്ജിൻ്റെ മുന്നൊരുക്കത്തിനാണ്. അപ്പോഴാണ് മുന്നൊരുക്കത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഹജ്ജിന് മുന്നേയുള്ള നമ്മുടെ മനസ്സും ശരീരമൊക്കെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. നേരത്തെ പറഞ്ഞല്ലോ, അത്തക്കുവ ആഹുന, തെക്കുവ ഇവിടെയാണ്. അത് ആ തെക്കുവയിലേക്ക് നമ്മുടെ മനസ്സെത്തണമെങ്കിൽ നമ്മൾ 2 തരം തൗബയിലേക്ക് മടങ്ങണം. ഒന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്യണം, രണ്ടാമത് മനുഷ്യനോട് തൗബ ചെയ്യണം. അള്ളാഹിനോട് തൗബ ചെയ്യുമ്പോൾ 3 നിബന്ധനകളുള്ളത്. ഒന്ന്, അള്ളാഹുവേ ഞാൻ ചെയ്തു പോയ പാപങ്ങളൊക്കെ ഇനി നിർത്താൻ പോവാണ്, ഇനി നിർത്തുകയാണ്, പോകുന്നല്ല, ഇനി ഇല്ല ഇൻഷാ അല്ലാഹ്. ഹജ്ജിന് പോവുകയാണല്ലോ, ഹജ്ജിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? സ്വർഗ്ഗമാണ്. ഹജ്ജിന് പോയി തിരിച്ചു വരുന്ന ഒരാൾ മബ്റൂറായ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അയാൾ എങ്ങനെയാണ്? റജാ യൗമ വലദത്തുഹു ഉമ്മുഹു എന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഉമ്മ പ്രസവിക്കപ്പെട്ട മോളെപ്പോലെ ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ തിരിച്ചു വരണമെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള എല്ലാ പാപങ്ങളും ഞാനിനി ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തണ്ടേ? നമ്മളൊക്കെ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നുണ്ടാവാം, മനുഷ്യരല്ലേ. പക്ഷെ ഇനി അങ്ങോട്ട് ഞാൻ ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് ആദ്യം ഉണ്ടാവണം. പിന്നെ ചെയ്തതിനൊക്കെ ഖേദിക്കും വേണം. അള്ളാഹു ഞാൻ ഇന്ന സമയത്ത് എൻ്റെ രക്തത്തിളപ്പ് കൊണ്ട്, ചോരത്തിളപ്പ് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അറിയാത്തത് കൊണ്ടൊക്കെ ചെയ്തു പോയിട്ടുണ്ട്, അതൊക്കെ ഏറ്റു പറഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് ദുആ ചെയ്ത് തൗബ ചെയ്യുക. മൂന്നാമതായിട്ടൊരു പ്രതിജ്ഞ ചെയ്യുക, ഞാനിനി ഒന്നും ചെയ്യണില്ല, ഇനി മേലാൽ ഞാനതൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഹജ്ജിന് വേണ്ടി പോവുകയാണ്, ഞാനൊരു വട്ടിപ്പലിശക്കാരനാണ്, ഹജ്ജ് കഴിഞ്ഞ് വന്നാലും പിന്നെ അത് ആവർത്തിക്കും എന്നുള്ള കണ്ടീഷനിലാണെങ്കിൽ പിന്നെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനിനി മേലാൽ അതൊന്നും ചെയ്യില്ല എന്നുള്ള പ്രതിജ്ഞ കൂടി ഉണ്ടാവുകയാണെങ്കിൽ അത് അവിടെ ഫിറ്റായി. പക്ഷേ ഈ 3 കാര്യങ്ങൾ തന്നെ മനുഷ്യരെടുത്തുമ്പോൾ ഉണ്ടാവും. പക്ഷെ മനുഷ്യരെടുത്തുമ്പോൾ 4മതൊരു സംഗതി കൂടിയുണ്ട്. അത് ആ മനുഷ്യനോട് മറ്റ് ആരോടെങ്കിലും നമ്മൾ ഏതെങ്കിലും രീതിയിൽ മനസ്സാ വാചാ കർമ്മണ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനി ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളോട് ഏറ്റു പറയണം. അല്ലെ, ആ ചെയ്തതൊക്കെ പുറത്ത് മാപ്പാക്കണമെന്ന് പറയണം. അതില്ലാതെ മനുഷ്യന്മാരോടുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മൾ മനുഷ്യന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്തൊക്കെ ഗഫൂറും റഹീമുമാണ്, അള്ളാഹു ഒക്കെ പൊറുക്കും. പക്ഷെ നമ്മൾ കാലയളവിനുള്ളിൽ ഏതെങ്കിലും മനുഷ്യരോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ മനുഷ്യരെ കൊണ്ട് പൊരുത്തപ്പെടിക്കുന്ന വേണം.
ഇപ്പോഴത്തെ കാര്യത്തിൽ ഇപ്പോൾ ഉമ്രക്ക് ധാരാളമായിട്ട് പോവുകയാണ്, നമ്മളെല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട്. അതിനനുസരിച്ച് ഇങ്ങനെ അതിൻ്റെ ഉറുമത്ത് നഷ്ടപ്പെടുന്നുവെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് സംശയമുണ്ട്. കാരണം എല്ലാവരും പോവുകയാണല്ലോ. പോകുമ്പോഴേ ഇങ്ങനെ ഒരു പതിവ് ശൈലിയായിട്ട് ഫോൺ വിളിച്ചിട്ട് ഞാനേ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം അങ്ങനെ പറഞ്ഞിട്ട് ഫോണിൽ എറിഞ്ഞ് പറയേണ്ട സംഗതിയല്ല. നിങ്ങൾ ആരോടെങ്കിലും നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ പറഞ്ഞ പോലെ ചിലപ്പോൾ മനസ്സിൽ തോന്നിയതാവാം, അല്ലെങ്കിൽ അയാളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അയാൾക്ക് വല്ല കടബാധ്യതകളുണ്ടാവും. അതൊക്കെ വീട്ടി അയാളോട് പൊരുത്തപ്പെടിച്ചിട്ട് തന്നെ പോകണം. കാരണം തിരിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടാൻ പോണത് സ്വർഗമാണ്, അത് വെറുതെ കിട്ടൂല. അത് ഹജ്ജ് നമുക്ക് കബൂലായിട്ട് മാറണമെങ്കിൽ, ഹജ്ജ് സ്വീകാര്യോഗ്യമായ ഹജ്ജായിട്ട് മാറണമെങ്കിൽ ഏതെങ്കിലും ആളോട്, അത് അമ്മായിയമ്മ മരുമോളായാലും വേണ്ടിയില്ലാന്നേ, നാത്തൂമാരായാലും വേണ്ടിയില്ലാന്നേ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളെ മക്കളും വാപ്പയുമായാലും ഒക്കെ ഉണ്ടാവുമല്ലോ, മനുഷ്യന്മാരാണല്ലോ, ഒക്കെ വെവ്വേറെ പടപ്പുകളല്ലേ. ആരോടെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള മോശമായ സംസാരമോ പ്രവർത്തനമൊക്കെ നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതങ്ങ് പൊരുത്തപ്പെടിക്കുക തന്നെ വേണം. സാമ്പത്തികമായ ഇടപാടിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് കൊണ്ടുവച്ചു. റസൂലുള്ളാഹിനോട് മയ്യത്ത് നിസ്കരിക്കാൻ നേതൃത്വം കൊടുക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, ഈ മനുഷ്യന് ഏതെങ്കിലും രീതിയിലുള്ള കടബാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്നാണ് ഉത്തരം കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹി. അപ്പോഴാണ് പറയുന്ന ഒരാൾ വന്ന് റസൂലുള്ളാഹി അത് എനിക്കാണ് തരാനുള്ളത്, ഞാനത് പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഹബീബായ ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തതെന്നാണ്. അത്രമാത്രം കടുപ്പപ്പെട്ട സംഗതിയാണ് കടബാധ്യത ഉണ്ടായിട്ട് മരിച്ചു പോവുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ കടബാധ്യതകളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാതെ ഹജ്ജിന് പോയിട്ടൊരു കാര്യമല്ല കേട്ടോ. നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത സംഗതികളൊക്കെ ആണെങ്കിൽ അയാളെ കൊണ്ട് പോയിട്ട് പൊരുത്തപ്പെടിക്കുക തന്നെ വേണം. പക്ഷെ അതിലപ്പുറത്താണ് എന്തെങ്കിലും രീതിയിലുള്ള ഈബത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പോയി പൊരുത്തപ്പെടിക്കണം. ഇപ്പോൾ പരലോകത്ത് ചെന്നാൽ ഹിസാബിൻ്റെ നാളിലെ പാപ്പരായ ആളുകളെ കാണുന്നുണ്ട്. പാപ്പരാണ് അയാൾ. ദുനിയാവിൽ ജീവിക്കാൻ നിസ്കരിച്ചിട്ടുണ്ട്, റമദാൻ മാസം വന്നാൽ നോമ്പ് വെക്കാറുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാൾ പാപ്പരാകുന്നത് ആരെയൊക്കെ അയാൾ കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അയാളുടെ എല്ലാ ഇബാദത്തുകളും ആ മനുഷ്യന്മാർക്കൊക്കെ വിധിക്കപ്പെട്ട് പോയിട്ടുണ്ട്. അവസാനം ഇയാളുടെ അക്കൗണ്ടിൽ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞ ഒരുപക്ഷെ അയാളെ അറിയുന്നുണ്ടാവില്ല, നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് പൊരുത്തപ്പെടണട്ടാ എന്ന് പറഞ്ഞിട്ട് പൊരുത്തപ്പെടിക്കുക വേണം. ഇത് വെറുതെ കിട്ടുന്നതല്ലല്ലോ, സ്വർഗ്ഗമല്ലേ, അത് 6.5 ലക്ഷം കൊണ്ട് വാങ്ങാൻ കിട്ടുന്നതല്ലല്ലോ. അതുകൊണ്ട് നമുക്കത് കിട്ടാനുള്ള എലിജിബിലിറ്റി നമുക്ക് ഉണ്ടാവണം. നമ്മളവിടെ പോകുമ്പോൾ അപ്ലിക്കൻ്റായിട്ട് ചെല്ലുമ്പോൾ അറഫയിൽ ചെന്ന് നിൽക്കാനുള്ള യോഗ്യത നമുക്കുണ്ടാവണം. അറഫയിൽ ചെന്ന് നിന്നാലോ, ഒരാൾ മനുഷ്യനിങ്ങനെ അറഫയുടെ മധ്യാഹ്നത്തിൽ സൂര്യൻ്റെ തപമേറ്റ് കവിളിലൂടെ ആ ചൂടിങ്ങനെ നേരെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്ത് അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താൽ എൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കുമോ എന്നൊരു മനുഷ്യൻ സംശയിച്ചാൽ ആ സംശയിക്കുന്നത് തെറ്റാണ്, കുറ്റമാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അത്ര കണ്ടിട്ട് നമുക്ക് ഡെഫിനറ്റായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു സംഗതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പം ആ നിലക്ക് നമ്മൾ യോഗ്യരായിട്ട് മാറണം. എല്ലാ നിലക്കും അള്ളാഹിനോട് തൗബ ചെയ്ത് മടങ്ങണം. റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആയാണ്. അങ്ങനെ ഓരോരുത്തരുടെയും ദുആകൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് നബിയുടെ ദുആയാണ്, മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നിട്ട്. അങ്ങനെ ഓരോ നബിമാരുടെ ദുആകൾ ഒക്കെ നമുക്ക് അതുപോലെ നമുക്ക് പറഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന ആ ഒരു മാസക്കാലത്ത് പാതിരാവിലൊക്കെ തഹജ്ജുദിലൊക്കെ എഴുന്നേറ്റിരുന്നു കൊണ്ട് നമസ്കരിച്ച് ദുആ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ തൗബ ചെയ്ത് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നതാണ് ഹജ്ജിൻ്റെ മുന്നൊരുക്കമായിട്ട് മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടി പറയാനുള്ളത്. അപ്പോൾ എല്ലാ നിലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും തൗബ ചെയ്ത് എല്ലാ ദിവസവും 100 പ്രാവശ്യം ഞാൻ തൗബ ചെയ്യാറുണ്ട് എന്നാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒരു കുറ്റവും ചെയ്യാത്ത അൽ അമീനായ ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒരു ദിവസം 100 പ്രാവശ്യം തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കെന്താ തൗബ ചെയ്താൽ? തൗബ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വർഗത്തിന് വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മുടെ ദുആകളെ പരിവർത്തനം ചെയ്യിക്കണം. തൗബ ചെയ്തിട്ട് വേണം നമ്മൾ പോകുമ്പോഴേക്ക് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണമെന്നേ. നമ്മൾ എന്തിനാ ഇപ്പോൾ ദുൽഖഅദ് 1 പോകണം? നിങ്ങൾ പോയി ചോദിച്ചല്ലോ എപ്പോഴാണ് പോകണമെന്ന്. നമ്മൾ ദുൽഖഅദ് 1 മുതൽ പോവും ഇൻഷാ അല്ലാഹ്. ദുൽഖഅദ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈറ്റിലെ യാത്രക്കാരൻ അൽഹിന്ദിൻ്റെ യാത്രക്കാരനാണ്. കുറേ വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. ആദ്യത്തെ പ്രൈവറ്റ് സംഘത്തെ നയിക്കുന്നത് അൽഹിന്ദ് സംഘമായിരിക്കും. അപ്പോൾ ദുൽഖഅദ് 1 മുതൽ നമ്മൾ പോയി തുടങ്ങും.
ദുൽഖാദ് സാധാരണഗതിയിൽ ദുൽഖാദ് 5-6 ആകുമ്പോഴേക്കും നമ്മളെല്ലാവരും പോകാറുണ്ട്. ചിലപ്പോൾ ഇനി 10 ആവാൻ സാധ്യത ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആദ്യം പോകുന്നത് എന്തിനാ? അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞിട്ടില്ലേ? ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. ദുൽഹിജ്ജ 9 അറഫയിൽ ചെന്ന് നിന്നാൽ മതി. എന്തിനാ പിന്നെ ദുൽഖാദ് 1 പോണേ? ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാ ദുൽഖാദ് 1 തന്നെ പോണേ? നമ്മൾ പരുവപ്പെടാനാണ്, നമ്മൾ മനസ്സുകൊണ്ട് പരുവപ്പെടാനാണ്. അത് ദുൽഹിജ്ജ 8 യൗമുത്തർവിയയുടെ ദിവസത്തിൽ മിനയിലെത്തിയിട്ട് ദുൽഹിജ്ജ 9 അറഫയിലേക്ക് ചെന്നാൽ മതി ഹജ്ജ് കിട്ടാൻ. പക്ഷെ എന്തിനാണ് 1 മാസം മുമ്പ് 1.5 മാസം മുമ്പ് അവൾ പോയി നിൽക്കുന്നത്? നമ്മൾ പാകപ്പെടാൻ വേണ്ടിയിട്ടാണ്. കഅബ ഷരീഫ് കണ്ട് തവാഫ് ചെയ്ത് സഅയ് ചെയ്ത് സിയാറത്തുകളൊക്കെ നടത്തി അങ്ങനെ ആ ഭക്തിസാന്ദ്രമായ ആ ഭക്തിയിൽ മുഴുകിയിട്ട് നമ്മുടെ മനസ്സിനെ പരുവപ്പെടുത്തി ശരീരത്തെ പാകപ്പെടുത്തി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മാറിയിട്ട് മദീനയിൽ പോയിട്ട് സലാം പറഞ്ഞ് മാബൈന ബൈതീവ മിമ്പരീ റൗളത്തിൻ മിൻ റിയാദിൽ ജന്ന, ആ സ്വർഗത്തിൻ്റെ പൂന്തോപ്പിൽ ചെന്ന് സുജൂദ് ചെയ്ത് ദുആ ചെയ്ത് സലാം പറഞ്ഞ് തിരിച്ച് പിന്നെ മദീനയിലെ മീർ അലിയിലെ പിന്നെ പള്ളിയിൽ വെച്ച് ഹജ്ജിൻ്റെ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് നമ്മൾ തിരിച്ച് വന്ന് ദുൽഹിജ്ജ 7 ദുൽഹുലൈഫ, പെട്ടെന്ന് പറയുമ്പോൾ പേര് മറന്നു പോയത്, ദുൽഹുലൈഫയിൽ വെച്ച് ഇഹ്റാം ചെയ്ത് പിന്നീട് മക്കത്ത് തിരിച്ചെത്തി ദുൽഹിജ്ജ 7 സീനയിൽ യോമുൽ സീനയിൽ ഇരുന്ന് പിന്നീട് ദുൽഹിജ്ജ 8 നമ്മൾ യോമുത്തർവിയ പേരിൽ തന്നെ തർവിയ, യോമുത്തർവിയ എന്ന പേരിൻ്റെ അർത്ഥം എന്താ അറിയോ? വെള്ളം ശേഖരിക്കുന്ന ദിവസം എന്നാണ്. വെള്ളം ശേഖരിക്കുന്ന ദിവസം. അതിപ്പോൾ നമുക്ക് എങ്ങനെ ഇപ്പോൾ പറയണമെന്ന് അറിയില്ല. കാരണം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ മിനയിലേക്ക് പോകുമ്പോൾ മക്കയിൽ നിന്ന് വെള്ളം കൊണ്ടുപോകണം. അപ്പോൾ പോകുന്ന ഹാജിമാർ തോളിലൊരു വടി വെക്കും, 2 ഭാഗത്തും തുലാസ് പോലെ 2 കുടങ്ങൾ വെള്ളം ഉണ്ടാവും. ആ വെള്ളമൊക്കെ ശേഖരിച്ചിട്ട് പോണ ആ ദിവസത്തെയാണ് യൗമുത്തർവിയ എന്ന് പറയുന്നത്. അത് മിനയിൽ പോയിട്ട് നമ്മൾ ഹജ്ജിലേക്ക് അല്ലെങ്കിൽ അറഫയിലേക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി മിനയിൽ ചെല്ലുന്ന ദിവസമാണ് യൗമുത്തർവിയ, ദുൽഹിജ്ജ 8. എന്നിട്ട് ദുൽഹിജ്ജ 8 രാത്രി നമ്മൾ യൗമുൽ അറഫയിലേക്ക് വേണ്ടിയിട്ട് പിന്നെ ദുൽഹിജ്ജ 8 യൗമുത്തർവിയയുടെ ദിവസം നമ്മൾ അവിടേക്ക് പോകും, അറഫയിലേക്ക് പോകും. അറഫയിലെ മധ്യാഹ്നത്തിലാണ്, അറഫയുടെ ലോഹർ നമസ്കാരത്തിന് ശേഷം, ലോഹർ ബാങ്കിന് ശേഷമാണ് അറഫ ആരംഭിക്കുന്നത്. ദുൽഹിജ്ജ 10 ഫജ്ർ ബാങ്ക് വരെയാണ് അറഫയുള്ളത്. അറഫ ദിവസത്തിലെ 1 സെക്കൻഡ് അവിടെ ആ മണ്ണിലുണ്ടായാൽ ഹജ്ജ് കിട്ടിയെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഹജ്ജിന് പോയാലൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ആംബുലൻസുകളൊക്കെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ടാവും. അവിടെ ICUയിൽ കിടക്കുന്ന രോഗികൾ ഒക്കെ ആ ആംബുലൻസുകളുണ്ടാവും. അവർക്കൊക്കെ ഹജ്ജ് കിട്ടാൻ വേണ്ടി സൗദി ഗവൺമെൻറ് ഒരുക്കുന്ന ഒരു സംവിധാനമാണ്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകൾ, വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളുകളൊക്കെ, രോഗികളൊക്കെ അതിൽ കൂടെ കണ്ട് പോകും. കാരണം അറഫ കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് ഹജ്ജില്ല. അപ്പം നമ്മൾ ബാക്കി എല്ലാത്തിനും ഫിദിയ കൊടുത്താൽ മതി. ഒരാൾക്ക് മിന കിട്ടിയില്ല, മുസ്തലിഫ കിട്ടിയില്ല, എറിയാങ്സ് കഴിഞ്ഞില്ല, അതിനൊക്കെ ഫിദിയ കൊടുത്താൽ മതി, പ്രായശ്ചിത്തം ചെയ്താൽ മതി. പക്ഷേ അറഫ കിട്ടിയില്ലെങ്കിലോ, അറഫയുടെ മണ്ണിൽ ദുൽഹിജ്ജ 9 മധ്യാഹ്നം മുതൽ ദുൽഹിജ്ജ 10 ഫജ്ർ ബാങ്ക് വരെയുള്ള സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് അറഫയിൽ നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഹജ്ജ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് എന്തിനാ ദുൽഖാദ് 1 പോണേ? നമ്മൾ മാനസികമായിട്ട് തയ്യാറായിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് എലിജിബിൾ ആകാൻ വേണ്ടി എല്ലാ ബാധ്യതകളും ഒഴിവാക്കി, ഭൗതിക ലോകത്ത് കച്ചവടമൊക്കെ ചെയ്യുന്നവരുണ്ടാവും, കച്ചവടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൊടുത്ത് നമ്മളെല്ലാം കൊണ്ട് എല്ലാം ഫ്രീ ആയിട്ട് നമ്മുടെ മനസ്സു ശരീരമൊക്കെ ഫ്രീ ആക്കിയിട്ട് വേണം മനുഷ്യന്മാരുടെ ഇടപാടുകളൊക്കെ തീർക്കണം. എല്ലാ ഇടപാടും തീർക്കണം. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ഇതൊക്കെ ഉണ്ടെങ്കിലൊക്കെ അവസാനിപ്പിക്കണം കേട്ടോ. ഒരു ഷഹീദിൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കും. അയാൾ നേരെ സ്വർഗത്തിലേക്ക് കാണല്ലേ. ഷഹീദിൻ്റെ മയ്യത്ത് മണ്ണ് തിന്നില്ലാണ്. പക്ഷേ ഒരു ഷഹീദിൻ്റെ 1 മാത്രം പൊറുക്കപ്പെടില്ല. അത് മനുഷ്യരോടുള്ള ഇടപാടുകളിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ബാക്കിയെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. അപ്പോൾ അത്രത്തോളം വലിയ സംഗതിയാണ് ഈ പറയുന്ന പിന്നെ മനുഷ്യന്മാർ തമ്മിലുള്ള ഇടപാടുകൾ ഓർത്തുകൊണ്ട് നിങ്ങളൊക്കെ അതിന് ഇപ്പോൾ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഇടപാടുകൾ ആരുമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് കിട്ടിയ വലിയ സൗഭാഗ്യമാണ് അല്ലേ. ഇപ്പം തന്നെ 2000 ആൾക്കാർ അലിന്ന് കൊണ്ടുപോകുന്നുണ്ട്, 2003 ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ 10,000 ആളുകൾക്ക് ഒരാളാണ് നമ്മൾ ഓരോരുത്തരും. 10,000 ആളുകളുടെ പ്രതിനിധികളാണ് ഹജ്ജിന് പോകുന്ന ഓരോരുത്തരും എന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടിയ വലിയ സൗഭാഗ്യമല്ലേ. ആ സൗഭാഗ്യത്തെ നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് നോക്കിയിട്ട് അതുപോലൊക്കെ ഉപയോഗപ്പെടുത്തണം. ഹജ്ജ് മബ്രൂറായിട്ട് മാറണം. മബ്രൂർ എന്ന് പറഞ്ഞാൽ ബിറ്
ഏറ്റവും ക്വാളിറ്റി ഉള്ളതായിട്ട് മാറണം. ഹജ്ജിന് മബ്രൂറായ ഹജ്ജ് ചെയ്താൽ മാത്രം അൽ ഹജ്ജു മബ്രൂർ ലൈസ ലഹും ജസാഉൻ ഇല്ലൽ ജന്ന എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഹജ്ജുൽ മബ്രൂർ, മബ്രൂറായ ഹജ്ജ് ചെയ്ത ആൾക്ക് കിട്ടാൻ പോകുന്നത് ലൈസ ലഹും ജസാഉൻ ഇല്ലൽ ജന്ന എന്നാണ്. ആദ്യം പറയണ ഇല്ല എന്നാണ്, ലൈസ ആദ്യം പറയേണ്ടത്. അത്ര കണ്ടിട്ട് ഉറപ്പാണേ സ്വർഗമല്ലാതെ ഒന്നും കിട്ടണില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ പേടിക്കണം? അപ്പോൾ അതിന് നമ്മൾ ആ ഒരു ലെവലിൽ നമ്മൾ ഫിറ്റ് ആവണം. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടതാ എന്താണ്? നമ്മൾ 3 കാര്യങ്ങൾ ഓർത്താൽ മതി. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത് എന്ന് പറയണ്ടല്ലോ. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്, ഹജ്ജ് മാസങ്ങളുടെ ഭാഗത്താണ്. ഹജ്ജ് മാസങ്ങളുടെ ഭാഗത്താണ്. നേരത്തെ പറഞ്ഞെന്താ? അൽ ഹജ്ജു അറഫാന. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. ഇവിടെ ഖുർആൻ പറയണത് എന്താ? അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത് ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് എന്ന 3 കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 3 കാര്യങ്ങൾ. ഫലാ റഫസ, അശ്ലീലമരുത്, അശ്ലീലമരുത്. വലാ ഫുസൂഖ, അധർമ്മമരുത്. വലാ ജിദാല ഫിൽ ഹജ്ജ്, തർക്കവും പാടില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അശ്ലീലം എന്ന് പറഞ്ഞാൽ അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഹലാലായ ബന്ധം പോലും ചില ഘട്ടങ്ങളിൽ ഹജ്ജിൻ്റെ സമയത്ത് അശ്ലീലമാണ്. അപ്പോൾ അത് ഓർത്താൽ മതി, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അശ്ലീലമരുത്, അധർമ്മമരുത്. അധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യുന്ന ഇബാദത്തുകൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ നമ്മൾ അതിലേക്ക് പെർഫെക്റ്റായിട്ട് മാറാൻ നമ്മുടെ മനസ്സും ശരീരം നമ്മൾ തയ്യാറാക്കി വെക്കുക. അവിടെ പിന്നെ മറ്റൊരു അധർമ്മത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ പറയുന്നതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ സമ്മതിക്ക ഊന്നി പറഞ്ഞതും അതാണ്. വലാ ജിദാല ഫിൽ ഹജ്ജ്, തർക്കം പാടില്ല. ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത് നമ്മുടെ എ കാറ്റഗറി എപ്പോഴാണ്? എ കാറ്റഗറി പ്രൊഫഷൻ എന്നാണ് കേട്ടത്. ബി ആയല്ലേ? ബി കാറ്റഗറിയാണ്. നിങ്ങൾ പറഞ്ഞ ബി ആണല്ലോ. ബി അല്ല കേട്ടോ, സമ്മതിക്കപ്പോൾ തെറ്റി പറഞ്ഞു. ഞാൻ വിചാരിച്ചെന്താ ഇടയ്ക്ക് ഇപ്പം 34 സൗദിയിൽ നിന്ന് വന്നാണല്ലോ. എ കാറ്റഗറിയാണ്. നമുക്ക് കിട്ടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹജ്ജ് കാറ്റഗറിയാണ്. ഇനി അതിലും മേലെ ഇല്ല. പക്ഷെ എന്നാലും അവിടെ ചെന്നാലും ചിലപ്പം നിങ്ങൾക്ക് അപ്രിയമായ പലതും ഉണ്ടാവും. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇതെന്താ എങ്ങനെ ചോദിച്ചാൽ അതാണ് വലാ ജിദാല ഫിൽ ഹജ്ജ് എന്ന് പറഞ്ഞത്. ഇങ്ങളെ ഇബാദത്തുകളെ ബാത്തിലായി പോകാതിരിക്കാനാണ് അത് ഊന്നി പറയണം. ഹജ്ജ് ശരിയാകണോ? ഈ 3 കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. ആ 3ാമത്തെ കാര്യം ഞാൻ എടുത്തിട്ട് പറയാണ്, വലാ ജിദാല ഫിൽ ഹജ്ജ്, തർക്കം പാടില്ല. തർക്കം തന്നെ തല്ലൂടല്ല, മനസ്സിൽ നമ്മളിങ്ങനെ കരുതാണ്, ഇവരെന്താ ഇങ്ങനെ. നേരത്തെ പറഞ്ഞല്ലോ, മദീനയിൽ ബസ് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു 7 മണിക്ക്, ബസ് വരുന്നത് 12 മണിക്കായിരിക്കാം. താഴെ എങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്, നല്ലൊരു റൂം ഇങ്ങനെ സുഖാരി കിടന്ന് മലന്ന് കിടന്ന് ഉറങ്ങായിരുന്നു. ഇവർ നേരത്തെ പറഞ്ഞുകൊണ്ട് നേരത്തെ ഇറങ്ങി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ എന്താ അപ്പം അത് എന്ന് ചോദിച്ചാൽ മതി. എപ്പോഴാണ് ചോദിക്കുന്നത് അറിയോ? മനസ്സുകൊണ്ട് എപ്പോഴാണ് ചോദിക്കുന്നത്? ഹജ്ജിൻ്റെ ഇഹ്റാമിന് തൊട്ട് മുമ്പാണ്. മദീനയിൽ നിന്ന് പോരുമ്പോൾ ഹജ്ജിൻ്റെ ഇഹ്റാമിനായി ദുൽഹുലൈഫ പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ ബസ് കാത്തുക്കുമ്പോഴാണ് ഈ ചോദ്യം. ആരോടുമല്ല, മനസ്സിൽ ചോദിക്കുകയാണ്. മനസ്സിൽ ചോദിച്ചാൽ മതി, ഹജ്ജ് ബാത്തിലേക്ക്. കാരണം എന്താ? ഇത് കിട്ടാൻ വേണ്ട സ്വർഗ്ഗമാണ്. മനസ്സ് പാകപ്പെടാതെ നമ്മൾ മനസ്സിൽ അങ്ങനെ ആ ഒരു എന്താ പറയുക മലീമസമായ മനസ്സുമായിട്ട് അല്ലെങ്കിൽ തർക്കമുള്ള മനസ്സുമായിട്ട് നമ്മൾ പോയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തുക, ശാന്തത കൈവരിക്കുക, ക്ഷമ ഉണ്ടാവുക. ക്ഷമ അറഫ എന്ന വാക്കിൻ്റെ അർത്ഥത്തിൽ പണ്ഡിതന്മാർ പറയണത് അറഫയുടെ ഒരു അർത്ഥം ഇർഫ എന്നാണ്. ഇർഫയിൽ നിന്ന് അറഫ ഉണ്ടായതാണ്. ഇർഫ എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷമ എന്നാണ്. ഹാജി ഹജ്ജിന് വന്നിട്ട് ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട് അവസാനം ക്ഷമ നശിച്ചു പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥലമുണ്ടോ, ആ സ്ഥലത്തിൻ്റെ പേരാണ് ഇർഫ എന്ന അറഫ എന്നാണ് പണ്ഡിതന്മാർ പറയണത്. അറഫ എന്ന വാക്കിന് വേറെ പല അർത്ഥമുണ്ട് കേട്ടോ. അറഫ എന്ന വാക്കിൻ്റെ അർത്ഥം തിരിച്ചറിവ് എന്നാണ്. തിരിച്ചറിവ്. അബൂന അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയായ ഇണയായ ഹവാ ബീവിയെ ഭൂമി ലോകത്തിൽ വെച്ച് കണ്ടുമുട്ടിയ സ്ഥലം എന്ന അർത്ഥത്തിലാണ് അറഫക്ക് തിരിച്ചറിവ് എന്ന അർത്ഥത്തിൽ അറഫ എന്ന പേര് വന്നത് എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയണത്. അതിനപ്പുറത്ത് ഹജ്ജിൻ്റെ അമാലുകളൊക്കെ പഠിപ്പിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ച ചോദ്യത്തിൽ നിന്നാണ് അറഫ്ത, എല്ലാം മനസ്സിലായോ എന്ന ചോദ്യത്തിൽ നിന്നാണ് അറഫ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അറഫ എന്ന വാക്കിന് മറ്റൊരർത്ഥമുള്ളത് ഇർഫ എന്നാണ്, ക്ഷമയാണ്. ക്ഷമയില്ലാത്തവർ പോയിട്ട് കാര്യമുണ്ടോ? അറഫയിൽ ചെന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. 5000 ആൾക്കാർക്ക് ഉള്ള ബാത്റൂമിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഞാനും എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ബാത്റൂമിന് 10-20 ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടാവും.
10-20 ആൾക്കാർ മൂത്രമൊഴിക്കാൻ വേണ്ടി മാത്രം നിൽക്കുകയാണ്. എത്രയോ സമയം കാത്തിരിക്കേണ്ടി വരും. ആ സമയത്ത് ഇങ്ങനെ മുട്ടിയിട്ട് അതിനുള്ളിലാണ് ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ക്ഷമിച്ച് നിൽക്കില്ലാതെ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് പ്രായമായൊരു മനുഷ്യൻ 2 കാലുകൾ അങ്ങനെ അകറ്റി വെച്ചിട്ട് മൂത്രമൊഴിക്കുന്നത്. ആ നിന്ന നിപ്പിൽ വല്ല പ്രമേയമുള്ള ആളൊക്കെ ആയിരിക്കും, മൂത്രം പിടിച്ചേക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതൊക്കെ സഹിക്കേണ്ടി വരും. എന്നാലേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഹ്മി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ വഹൂറുൻ ഈൻ കംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. സ്വർഗ്ഗാണ്. ഹൂറിലീങ്ങളുള്ള ഏറ്റവും നല്ല പക്ഷികളുടെ മാംസമുള്ള മനോഹരമായി വിധാനിച്ചിട്ടുള്ള സ്വർഗ്ഗപ്പൂങ്കാവനം കിട്ടണമെങ്കിൽ ഇത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അറഫയിൽ ചെല്ലുമ്പോൾ, മിനയിൽ ചെല്ലുമ്പോഴൊക്കെ ഉണ്ടാവും. മിന അത് ഭൂമി ലോകത്തിലെ മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മിനയെ പറയുന്നത് ഖബറിനെ പോലെയാണെന്നാണ്. മഹാനായ ഇമാമു ഗസാലി, ഇമാം ഹാമിദ് ബിൻ തൂസി, ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, മനുഷ്യൻ്റെ ഇഹ്റാമിനെ സൂചിപ്പിക്കുന്നത് ഇഹ്റാം മനുഷ്യൻ്റെ മയ്യത്തിൻ്റെ വേഷമാണ്. അങ്ങനെ തന്നെ അല്ലേ? ഇഹ്റാമിൻ്റെ വേഷം മയ്യത്തിൻ്റെ വേഷമാണ്. ഇഹ്റാമിന് മുന്നേ സുന്നത്താക്കപ്പെട്ട കുളി ഉണ്ട്. ഇൻഷാ അല്ലാഹ് ക്ലാസ്സിൽ നമുക്ക് പറയാം. ആ കുളി നമ്മൾ കുളിക്കുമ്പോൾ നമ്മളും ഓർക്കേണ്ടത് മയ്യത്തിൻ്റെ കുളിയാണ്. അന്നേ ദിവസം നമ്മളെ ആരും ഇഹ്റാമിൻ്റെ കുളിക്ക് നമ്മളാരും കുളിപ്പിക്കുക, നമ്മളെ കുളിക്കുകയാണ്. എന്നാൽ നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളെ കുളിപ്പിക്കാൻ ആളുകളുണ്ടാകും. അപ്പം നമ്മളെ മുന്നിലേക്ക് വീടിൻ്റെ മുന്നിൽ വാഹനം വരികയാണ്. ആ വാഹനത്തിൽ നമ്മൾ കയറി പോവുകയാണ്. മരിച്ചാലും നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒരു വാഹനം വരും, പെട്രോൾ ഒഴിക്കേണ്ട ആവശ്യമില്ലാത്ത വാഹനം അല്ലേ? കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി ഒരു ദിനമുണ്ടോരു യാത്ര തീരമടക്കമില്ലാത്ത യാത്ര. പണ്ട് മൂസാരിഞ്ഞോട് പാടിയ പാട്ടാണ് അല്ലേ? ആ മടക്കമില്ലാത്ത യാത്രയാണ് ഇമാം ഗസാലി നമ്മുടെ ഹജ്ജ് യാത്രയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. ഇഹ്റാം ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ മയ്യത്ത് കട്ടിലിൽ നമ്മൾ ഏറ്റിക്കൊണ്ടുപോകുന്ന യാത്രയുമായിട്ട് താരതമ്യം ചെയ്യാം. പിന്നെ പോകുന്ന എവിടെയൊക്കെ? മിനയിലേക്കാണ്, ഖബറിലേക്കാണ് അല്ലേ? പിന്നെ പോകുന്ന എവിടെയൊക്കെ? മഹ്ശറയിലേക്കാണ്, അറഫയിലേക്കാണ്. മഹ്ശറയാണ് അറഫ. എന്നാൽ എല്ലാ വർഷവും ദുൽഹിജ്ജ മാസം 9-ാം തീയതി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് മനുഷ്യന്മാരെ ചൊല്ലി അഭിമാനിക്കുന്ന സന്ദർഭമുണ്ടെങ്കിൽ അതാണ് അറഫ. അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുമ്പോൾ മണ്ണിൽ നിന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നതെന്ന് മലക്കുകൾ ചോദിച്ചില്ലേ? നിന്നെ സ്തുതിക്കാൻ, നിന്നോട് സ്തോത്രങ്ങൾ അർപ്പിക്കാൻ ഞങ്ങളില്ല അല്ലാ. എന്തിനാണ് പരദൂഷണം പറയാൻ, ചോര ചിന്താൻ, ഫിത്ന പറയാൻ ഇങ്ങനെ ഒരു പടപ്പിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുന്നത് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞ മറുപടി, മനുഷ്യൻ എൻ്റെ ഭൂമിയിലെ ഖലീഫയാണ് എന്ന്. ആ ഖലീഫയെക്കുറിച്ച് അള്ളാഹുബിനെ എല്ലാ വർഷവും അഭിമാനിക്കുന്നുണ്ട്. മലക്കുകളെ, നിങ്ങളല്ലേ അന്ന് ചോദിച്ചത് അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുമ്പോൾ കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്, എല്ലാവരും ആദമിൽ നിന്നാണ്, ആദമോ മണ്ണിൽ നിന്നുമാണ് എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ആ മനുഷ്യനാണ് ഇപ്പോൾ എൻ്റെ പ്രീതിക്കായിട്ട്, എൻ്റെ സംപ്രീതിക്കായിട്ട് ഈ അറഫായുടെ മൈതാനിയിൽ ഇങ്ങനെ ശുഭ്രസാഗരമായിട്ട് അടിച്ചുകൂടിയതെന്ന് അള്ളാഹു അഭിമാനിക്കുന്നുണ്ട്. ആ സന്ദർഭമാണ് അറഫ. ആ അറഫയിൽ നമ്മളിങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടത് സമർപ്പണത്തിൻ്റെ ചിന്താഗതി തന്നെയാകണം. സമർപ്പണം, എല്ലാത്തിനും സമർപ്പണം, എല്ലാത്തിനും ക്ഷമ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കാതെ നമുക്ക് തിരിച്ചു പോരാൻ കഴിയില്ല. ആ കുടുംബത്തെ ഓർക്കാതെ തിരിച്ചു വരാൻ കഴിയില്ല. ഒരു അണുകുടുംബമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹാജർ ബീവി അല്ലേ? ആ അണുകുടുംബത്തെ ഓർക്കാൻ നമുക്ക് വരാൻ പറ്റുമോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞപ്പോൾ 10,000 കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് ഈജിപ്തിൽ നിന്ന് വന്ന്, ഇറാഖിൽ നിന്ന് ഈജിപ്തിലേക്ക് വന്നു, ഈജിപ്തിൽ നിന്ന് ജോർദാനിലേക്ക് വന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് മക്കയിലേക്ക് വന്നു. അള്ളാഹു പറഞ്ഞപ്പോൾ ചോര പൈതലിനെയും ചെറുപ്പക്കാരിയായ ഭാര്യയും ഉപേക്ഷിച്ച് അങ്ങ് ജബൽ അബീ ഖുബൈസിൻ്റെ മേലെ കൂടെ നടന്ന് പോയിട്ട് കൺമറഞ്ഞു പോയി ഇബ്രാഹിം നബി എന്ന പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാം. ഭാര്യയായ ഹാജർ വിളിച്ച് ചോദിച്ചില്ലേ എങ്ങോട്ടങ്ങൾ പോണത്? ഭർത്താവ് തിരിഞ്ഞു നോക്കിയില്ല. വീണ്ടും ചോദിച്ചില്ല എങ്ങോട്ടങ്ങൾ പോണത്? പിന്നെയും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. കയറി പോയിട്ട് അവസാനം ആ ദൃശ്യത്തിൽ നിന്ന് അകലാൻ നിന്ന നേരത്താണ് ഭാര്യ തിരിച്ചു ചോദിച്ചത്, അള്ളാഹു പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ മാത്രം ആ പ്രവാചകൻ തിരിഞ്ഞു നിന്നിട്ട് അതേ അർത്ഥത്തിൽ തലയാട്ടിയില്ലേ, പിന്നെ പോയി മറഞ്ഞില്ലേ? ആ ഭാര്യ ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു പറഞ്ഞിട്ടാണെങ്കിൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് യാത്ര അയച്ച ഭാര്യ ഹാജർ ബീവി.
അവരനുഭവിച്ച ആ ഒരു പീഡനം നമുക്കന്ന് ഓർക്കാൻ പോലും പറ്റുമോ? മനുഷ്യന്മാരില്ലാത്ത, ജനവാസമില്ലാത്ത ആ കൊടുങ്കാട്ടിൽ, കൊടും മരുഭൂമിയിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത സന്ദർഭത്തിൽ ഒരു ദിവസത്തെ ആഹാരം മാത്രം, ഒരു തുകൽ സഞ്ചിയിൽ കുറച്ച് വെള്ളവും കുറച്ച് കാരക്കയും മാത്രമുള്ള ആ സമയത്ത് ഭർത്താവ് ഉപേക്ഷിച്ച് പോകുമ്പോൾ പോലും അള്ളാഹു പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ സഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആ പെണ്ണിൻ്റെ, ആ ഉമ്മയുടെ നെഞ്ചിൻകൂട്ടിലെ ഈമാൻ്റെ ഉത്തരമാണ് സംസം, മാ ഉ സംസം ലിമാ ശുരുബ ലഹു. ഇൻഷാ അല്ലാഹ് അതൊക്കെ ആസ്വദിച്ച് കഴിക്കാനൊക്കെയുള്ള സൗഭാഗ്യം നമുക്ക് വരാൻ പോവുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പോർട്ടബിൾ വാട്ടർ ഫിൽറ്റർ ഉപയോഗിച്ച് ധൈര്യമായിട്ട് ഏത് ടാപ്പിൽ നിന്നും നിങ്ങൾക്ക് അണുമുക്തമായ വെള്ളം ഇതുപോലെ കുടിക്കാം. GCAT-ൻ്റെ ഒരു പുതിയ ഉൽപ്പന്നമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾ അത് വിവരിച്ചു തരാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ മറ്റ് ട്രക്കിങ്ങിലോ ഒക്കെ ആണെങ്കിൽ പോലും വെള്ളം വളരെ അനിവാര്യമാണ്. ആ വെള്ളത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈ ബോട്ടിൽ മാത്രം കയ്യിലുണ്ടായാൽ മതി. നിങ്ങൾക്ക് എവിടെയൊന്നും വെള്ളം ഇത് തുറക്കുക, വെള്ളം എടുക്കുക, വെള്ളം നിറക്കുക, ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റും. കുടിച്ചു കഴിഞ്ഞാൽ ഇത് കൂട്ടി വെക്കാം. ഇതിൻ്റെ മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് മൊബൈൽ സ്റ്റാൻഡായിട്ടും കൂടി ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും.